Hi all, good evening. Today we are going to discuss the chapter straight lines. Straight lines plus 1 straight lines എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവർക്കും അറിയാവുന്ന സ്ട്രെയിറ്റ് ലൈനിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ അപ്പോൾ പറയും ലീനിയർ ഇക്വേഷൻ in two variable a x plus b y plus c equal to 0 എന്ന് പറയാറുണ്ട്. 3x plus 2y is plus 7 equal to 0 അല്ലെങ്കിൽ ചിലവർ വരും 3x plus 2y equal to minus 7 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ x plus y is equal to 7 ഇത്തരം എക്സ്പ്രഷൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രാഫ് എന്തായിരിക്കും? ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിനെ പറ്റി നമ്മൾ അറിയുന്ന കാര്യം സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു ഇക്വേഷനാണ്. ഏതാണ് ഇക്വേഷൻ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. പക്ഷേ ഈ ചാപ്റ്ററിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതാണ് നമ്മൾ അവസാനം പഠിക്കുന്നത്. അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്ത താഴെ ക്ലാസ്സിൽ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോവാണ്. ഓരോന്നായിട്ട് വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. സോ സ്ട്രെയിറ്റ് ലൈൻ മീൻസ് ഇറ്റ്സ് എ ലൈൻ ഡ്രോൺ ഇൻ എ പ്ലെയിൻ വിതൗട്ട് എനി കേർവ്സ്, അല്ലേ? ഒരു കേർവും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ലൈൻ. നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാട് എവിടെ നോക്കിയാലും ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻ കാണാം. ഓക്കെ, അപ്പം സ്ട്രെയിറ്റ് ലൈനെ പറ്റി നമ്മൾ ഈ വർഷം നമ്മൾ പഠിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പഠിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ. എന്താണ് ഇൻക്ലിനേഷൻ? ഇൻക്ലൈൻഡ്, ചെരിവ്, അല്ലേ? ദ ബിൽഡിംഗ് ഇസ് ലിറ്റിൽ ഇൻക്ലൈൻ. ആ ബിൽഡിംഗ് ചെറിയൊരു ചെരിവുണ്ട്, അത് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ കോണി വെച്ചിരിക്കുന്നത് കുറച്ച് ഇൻക്ലൈൻഡ്, അല്ലേ? അപ്പോൾ ഇൻക്ലിനേഷൻ, ചെരിവ്. എന്താണ് ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ? ദ ഇൻക്ലിനേഷൻ തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ എ ലൈൻ with the positive direction of x-axis taken in anti-clockwise direction. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക, ഇത് y axis. The angle made by a line with the positive direction of x axis, ഇതല്ല, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് മെഷേർഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇസ് കോൾഡ് ദ ഇൻക്ലിനേഷൻ. ഒരു ലൈനിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഏത് ഡയറക്ഷനിൽ എടുക്കണം? മെഷേർഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് എക്സ് ആക്സിസ്? എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഇൻക്ലിനേഷൻ ഓഫ് എക്സ് ആക്സിസ്. എന്താണ് എക്സ് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ? അത് എത്രയാണ്? ആംഗിൾ മെയ്ഡ് ബൈ എക്സ് ആക്സിസ് വിത്ത് എക്സ് ആക്സിസ്. ഏതൊരു ലൈൻ്റെ ഇൻക്ലിനേഷൻ അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 0. ഓക്കെ, ഇൻക്ലിനേഷൻ ഓഫ് വൈ ആക്സിസ് എന്താണ്? വൈ ആക്സിസ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? അത് 90 ഡിഗ്രി. അപ്പോൾ ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഇൻക്ലിനേഷൻ എപ്പോഴും 90 ഒതുങ്ങുമോ? അതോ എക്യൂട്ടാണോ, ഒപ്റ്റ്യൂസ് ആണോ, എങ്ങനെയാണ്? വാട്ട് അബൌട്ട് ദ ആംഗിൾ മെയ്ഡ് ബൈ ദിസ് ലൈൻ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്? ഇതല്ലേ ആംഗിൾ. അപ്പോൾ ഒപ്റ്റ്യൂസ് ഇതല്ലേ ആംഗിൾ. സോ ദ ആംഗിൾ മെയ്ഡ് ഇസ് ഒപ്റ്റ്യൂസ്. ഇവിടെ ഒപ്റ്റ്യൂസ് ആണ്. സോ ഇഫ് തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. ഒന്ന് ഇൻക്ലിനേഷൻ എന്താ? ആംഗിൾ മെയ്ഡ് ബൈ എ ലൈൻ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് മെഷേർഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അതെപ്പോഴും അങ്ങനെയാണ്. ഇനി അതിൽ തന്നെ തീറ്റ ലൈസ് ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180.
ഇതാണ് നമ്മളിതിൽ ഓർക്കേണ്ടത്. ഇൻക്ലിനേഷനെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ മെയ്ഡ് ബൈ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ പറയും ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ ഈ ആംഗിളാണ്, ഈ ആംഗിളാണ് ഉണ്ടാക്കുന്നത്, ഈ ആംഗിളാണ്. സോ ഇറ്റ് ഈസ് ഒബ്റ്റ്യൂസ്. അതിങ്ങനെ ആ ലൈൻ തിരിഞ്ഞ് വന്ന് ഇവിടെ എത്തുമ്പോൾ ഐ മീൻ അത് 180 ആവും. അതിന് മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ ലൈൻ ഒരു കറക്കം കറങ്ങി ഇവിടെ എത്തുമ്പോൾ പിന്നെ ഈ ലൈൻ ഇങ്ങനെയാവും. അപ്പോൾ എന്താ ആംഗിൾ മെയ്ഡ് വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഇതായിരിക്കും, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. സോ ദി ഇൻക്ലിനേഷൻ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് തീറ്റ. ഇൻക്ലിനേഷൻ ഓഫ് എക്സ് ആക്സിസ് എത്ര? 0. ഇൻക്ലിനേഷൻ ഓഫ് വൈ ആക്സിസ് 90 ഡിഗ്രി. ഓക്കെ. ഇനി ഇൻക്ലിനേഷൻ ഓഫ് എനി ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഏതൊരു ലൈൻ എടുത്താലും അതിൻ്റെ ഇൻക്ലിനേഷൻ എന്തായിരിക്കും? ആംഗിൾ മെയ്ഡ് വിത്ത് എക്സ് ആക്സിസ് എത്രയാണ്? അത് 0 ആയിരിക്കും. സോ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ഇസ് 0. പാരലൽ ടു വൈ ആക്സിസ് 90 ഡിഗ്രി. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ദിസ് ഇസ് വേർ ദിസ് ചാപ്റ്റർ സ്റ്റാർട്ട്സ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഓഫ് എ ലൈൻ, ചെരിവ് അല്ലേ? എന്താണ്? ഒന്നുമില്ല, ഈ ഇൻക്ലിനേഷൻ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മെഷർ ഓഫ് ദാറ്റ് ഇൻക്ലിനേഷൻ, എത്രത്തോളം ചെരിവുണ്ട്. എങ്ങനെ ചെരിവ് അളക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും പ്രൊട്രാക്ടർ കൊണ്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷനാണ് സ്ലോപ്പ്. സോ വാട്ട് യു മീൻ ബൈ സ്ലോപ്പ് ഓഫ് എ ലൈൻ? ദ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ഇഫ് തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ, തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ, ദെൻ അപ്പോൾ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ മെയ്ഡ് വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ്. ദെൻ സ്ലോപ്പ് ഡിനോട്ടഡ് ബൈ എം ഇസ് നത്തിങ് ബട്ട് എന്താണ്? ടാൻ തീറ്റ, ടാൻജൻറ്റ് ഓഫ് ദാറ്റ് ആംഗിൾ. ഒരു ലൈന് ഒരു എക്സ് ആക്സിസുമായിട്ട് 30 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്ന ആംഗിൾ എങ്കിൽ സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു അതിനെന്താ? ടാൻ 30. അതിൻ്റെ ടാൻ എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് റേഷ്യോ, അത്ര ഓർത്താൽ മതി. സോ സ്ലോപ്പ് ഇസ് നത്തിങ് ബട്ട് ടാൻ തീറ്റ. വാട്ട് ഇസ് തീറ്റ? തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ. സോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് എന്ത്? ഇൻക്ലിനേഷൻ ആർ ആംഗിൾ, ഇൻക്ലിനേഷൻ, ടാൻ ഓഫ് ഇൻക്ലിനേഷൻ, ടാൻ ഓഫ് ഇൻക്ലിനേഷൻ. ഇത്രയാണ് സ്ലോപ്പിനെ പറ്റി പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എം. വളരെ പ്രധാനപ്പെട്ട 2 പോയിൻ്റ് ഉണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒന്ന്, ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ്? സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ടാൻ ഓഫ് ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ ഓഫ് എക്സ് ആക്സിസ് എന്താ? എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്ര? 0. സോ ടാൻ 0. സോ എം ഇസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എപ്പോഴും ഓർക്കുന്ന കാര്യം സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ഇസ് 0. ഇനി അടുത്ത പോയിന്റ് ഓർക്കേണ്ട പോയിൻ്റാണ്, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ്, സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് എന്താണ്? ടാൻ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് വൈ ആക്സിസ്. നേരത്തെ നമ്മളിവിടെ കണ്ടതാ ഇൻക്ലിനേഷൻ ഓഫ് വൈ ആക്സിസ്. വൈ ആക്സിസുമായിട്ട് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ലോപ്പ് ഓഫ് 90 ഡിഗ്രി ഓർ π/2 എന്താ? അത് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ലൈൻ പാരലൽ ടു ഇൻക്ലിനേഷൻ എന്തായിരിക്കും? അപ്പോൾ പാരലൽ ലൈൻ ടു എക്സ് ആക്സിസ് 0 ആയിരിക്കും. അപ്പം തീറ്റ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും ഇൻക്ലിനേഷൻ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ എന്താ? സ്ലോപ്പ് ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, പാരലൽ ടു എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? ടാൻ ഓഫ് ദാറ്റ് ഇൻക്ലിനേഷൻ എത്ര? 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ലോപ്പ് ഓഫ് എ പാരലൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് എത്ര? 0. അല്ലെങ്കിൽ പറയാം സ്ലോപ്പ് ഓഫ്, ഇങ്ങനെ പറയാം, സ്ലോപ്പ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ, സ്ലോപ്പ് ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ എപ്പോഴും എത്രയാണ്? ടാൻ 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് സ്ലോപ്പ് ഓഫ് എ വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ലൈൻ. സ്ലോപ്പ് ഓഫ് എ വെർട്ടിക്കൽ ലൈൻ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് കുത്തനുള്ളത്. അപ്പോൾ ഇൻക്ലിനേഷൻ എന്തായിരിക്കും? അങ്ങനെയുള്ള കുത്തനുള്ളൊരു ലൈനിൻ്റെ ഇൻക്ലിനേഷൻ മീൻസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഈസ് ടാൻ 90 ഡിഗ്രി. ഇവിടെ വൈ ആക്സിസിൻ്റെ അതേ സ്ലോപ്പ് എന്താ? ടാൻ 90 ഡിഗ്രി ഇസ് നോട്ട് ഡിഫൈൻഡ്.
നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ സ്ലോപ്പ് ഇല്ല എന്ന് പറയും. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ സ്ലോപ്പ് എപ്പോഴും എന്താണ്? 0 ആണ്. ഇനി വെർട്ടിക്കൽ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ പറയുകയാണെങ്കിൽ എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പ് എന്താണ്? 0. വൈ ആക്സിസിൻ്റെ സ്ലോപ്പ് എന്താണ്? നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ. ഒന്ന്, വാട്ട് ഇസ് ഇൻക്ലിനേഷൻ? ഇൻക്ലിനേഷൻ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് ഉണ്ടാക്കിയത്. ഇനി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ടാൻ എടുത്താൽ സ്ലോപ്പായി. സ്ലോപ്പ് ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ സ്ലോപ്പ് എപ്പോഴും 0 ആയിരിക്കും. വെർട്ടിക്കൽ ലൈൻ്റെത് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ 0 ആയതുപോലെ എക്സ് ആക്സിസ് ഹൊറിസോണ്ടലാണ്. അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പും എത്രയാണ്? 0 ആയിരിക്കും. ഇനി there are 2 lines. നമുക്ക് 2 ലൈൻ നമ്മൾ നോക്കാം. കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. There are 2 lines. Consider 2 lines with inclinations theta 1 and theta 2, comma, having slopes. ആദ്യത്തെ സ്ലോപ്പ് m1 രണ്ടാമത്തെ m2. എന്താണ് m1 m2? m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നല്ല, ആദ്യത്തെ വാല്യൂ ടാൻ തീറ്റ 1. m2 എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ഓഫ് ദ സെക്കൻഡ് ലൈൻ, രണ്ടാമത്തെ ലൈൻ ടാൻ തീറ്റ 2. ഇത്രയേ ഉള്ളൂ കാര്യം. കേസ് 1, ഇഫ് ലൈൻസ് ആർ പാരലൽ. ആദ്യത്തെ കേസ് ഇഫ് ലൈൻസ് ആർ പാരലൽ. On the case lines are parallel. Lines are parallel. അതായത് 2 ലൈൻസും പാരലൽ ആണെന്ന് വിചാരിക്കാം. This is L1, this is L2. 2 lines are parallel. What about theta 1 and theta 2? If lines are parallel, then that is L1 is parallel to L2. Then what our implies? 2 ലൈന് പാരലൽ എന്തായത്? ആംഗിൾ എന്തായിരിക്കും? തീറ്റ 1 is equal to തീറ്റ 2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടാൻജൻ്റ് എടുത്തോ ടാൻ തീറ്റ 1 is same as ടാൻ തീറ്റ 2. ദാറ്റ് മീൻസ് m1 is equal to m2. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇവിടെ എഴുതുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഓക്കെ, ലൈൻസ് ആർ പാരലൽ. Lines are parallel, then slopes are equal. അല്ലെങ്കിൽ slopes of two parallel lines are all equal. അങ്ങനെ എഴുതാം. Slopes of 2 parallel lines are equal. 2 പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ കേസ്. 2 ലൈൻസ് പാരലൽ ആയാൽ സ്ലോപ്സ് ഈക്വൽ. ലൈൻസ് ആർ പാരലൽ, ഇതിങ്ങനെ ഒരു പാട്ട് ഇത് പറയുന്ന വരുമ്പോൾ ലൈൻസ് ആർ പാരലൽ, സ്ലോപ്സ് ആർ ഈക്വൽ. ലൈൻസ് ആർ പാരലൽ, സ്ലോപ്സ് ഓഫ് 2 പാരലൽ ലൈൻസ് ആർ ഈക്വൽ. അല്ലെങ്കിൽ ലൈൻസ് ആർ പാരലൽ, സ്ലോപ്സ് ആർ ഈക്വൽ. ഇനി രണ്ടാമത്തെ, ഇത് കേസ് 1 ആയിരുന്നു നമ്മുടെ അടുത്ത്. കേസ് 2 ഞാൻ പറയണ്ടല്ലോ. എന്താണ് കേസ് 2? ഇഫ് ലൈൻസ് ആർ perpendicular. If lines are perpendicular, 2 lines are perpendicular. ഒരു ലൈനും മറ്റേ ലൈനും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. This angle is 90 degree. ഇതിൻ്റെ ഇൻക്ലിനേഷൻ എത്ര? തീറ്റ 1. ഇതിൻ്റെ ഇൻക്ലിനേഷൻ എന്താ? തീറ്റ 2. ഇനി ഈ ചിത്രം നോക്കി കഴിയുമ്പോൾ അവിടെ ഒരു ട്രയാങ്കിളൊക്കെ ഉണ്ട് അല്ലേ? ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ആ ലൈനുകൾ മാത്രം ഞാൻ വേണമെങ്കിൽ, എക്സ് ആക്സിസ് മാത്രം വേണമെങ്കിൽ ഞാനൊന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അവിടെ 2 ലൈന് വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് ഈ തീറ്റ 1 90 തീറ്റ 2 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ ട്രയാങ്കിൾ നോക്കിയാൽ തീറ്റ 2 ഇസ് ദ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ exterior angle of a triangle is equal to sum of opposite interior angles.
theta 2 is equal to 90 plus theta 1. Lines are perpendicular ആണെങ്കിൽ. So tan theta 2 is equal to tan of 90 plus theta 1. That is equal to tan now second quadrant minus cot theta 1 or minus 1 by tan theta 1. Tan theta 2 is equal to minus 1 by tan theta 1 or tan theta 2 ന് നമ്മൾ നേരത്തെ പേര് വിളിച്ചിട്ടുണ്ട് slopes of the second line tan theta 2. Tan theta 2 m2 എന്ന് പറഞ്ഞാൽ tan theta 2, m1 എന്ന് പറഞ്ഞാൽ tan theta 1, m2 എന്ന് പറഞ്ഞാൽ tan theta 2 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ m2 is equal to minus 1 by m1 or cross multiply ചെയ്താൽ m1 into m2 is equal to minus 1. m1 m2 എന്താ slope of first line and second line. അപ്പോൾ ഇവിടെ പഠിച്ച കാര്യം എന്താ, that is two lines are perpendicular, lines are perpendicular, product of slopes is equal to minus 1. That means two lines are perpendicular, m1 into m2 is equal to minus 1. അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എടുക്കുക, m2 is equal to minus 1 divided by m1. Slope of one line is equal to minus 1 divided by slope of other line. അത് ഒന്നും കൂടി നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കാം. എങ്ങനെ? There are two lines. ഇവിടെ നോക്കിക്കോ, there are two lines. One is AB and the other one is PQ. Okay, AB is perpendicular to line PQ, right? Then product of their slope എന്താ, slope of AB into slope of PQ is equal to product of രണ്ടും perpendicular, product of the slope എന്തായിരിക്കും minus 1 or slope of AB is equal to minus 1 divided by slope of PQ. Slope of AB is equal to minus 1 divided by slope of PQ. ഇനി രണ്ട് ലൈൻസ് എക്സ് വൈയും എ ബി ആൻഡ് എക്സ് വൈ ആണെങ്കിൽ എന്താ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്തായിരിക്കും minus 1 divided by slope of എ ബി. ഇതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, two lines are parallel, slopes of two parallel lines are equal. രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു, two lines are perpendicular, product of their slope is minus 1 or slope of one line is equal to minus 1 divided by slope of other line. ഇതാണ് നമ്മളതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം. ഇനി ഓക്കെ, അപ്പോൾ സ്ലോപ്പിനെ പറ്റി പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, അടുത്ത പോയിന്റ്, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. എങ്ങനത്തെ ലൈൻസ്, ഏത് തരത്തിലുള്ള ലൈൻസ്? ഹൂസ് സ്ലോപ്സ് ആർ ഗിവൺ. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനത്തെ ലൈനാ? രണ്ട് ലൈന്, സ്ലോപ്പുകൾ അറിയുന്ന രണ്ട് ലൈൻ. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഹൂസ് സ്ലോപ്സ് ആർ ഗിവൺ. അതാണ് പറയുന്നത്. ഏതെങ്കിലും ലൈനല്ല, രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് അറിയുമെങ്കിൽ, അതാണ് അതിൻ്റെ ഉത്തരം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്, രണ്ട് ലൈനുകളുടെ സ്ലോപ്സ് അറിയുമെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഒരു റിലേഷൻ. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഹൂസ് സ്ലോപ്സ് ആർ ഗിവൺ. സോ ദർ ആർ ടു ലൈൻസ്, ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എന്ന് വിചാരിക്കാം. ദർ ആർ ടു ലൈൻസ്. ഓക്കെ, അതും പെർപെൻഡിക്കുലർ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ആംഗിൾ ബിറ്റ്വീൻ, ഓക്കെ, ഇത് ഇൻക്ലിനേഷൻ എടുക്കാം നമുക്ക്. Let the inclination of the first one is theta 1 and second line is theta 2. And this angle be theta. Theta be the acute angle between two lines L1 and L2. The L1 and the L2, whose inclination
inclinations are theta 1 and theta 2. Theta 1 ഉം theta 2 ആണ് ഇതിൻ്റെ ഇൻക്ലിനേഷൻസ് എന്ന് വിചാരിക്കുക. ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ട് ലൈനുകൾ തമ്മിൽ എപ്പോഴും രണ്ട് വ്യത്യസ്ത ആംഗിൾസ് ഉണ്ടാക്കും. ഒന്ന് എക്യൂട്ട്, മറ്റേത് ഒബ്റ്റ്യൂസും. ഇത് 30 ആണെങ്കിൽ ഇത് 180 മൈനസ് 30, ഇത് 90 ആണെങ്കിൽ ഇത് 180 മൈനസ് 90, ഇത് 100 ആണെങ്കിൽ 180 മൈനസ്. അപ്പോൾ ഇത് കിട്ടിയാൽ മറ്റേത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നേരത്തെ കണ്ട അതേ റിലേഷൻ. എന്താണ്? ഒന്ന് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. theta 2 is equal to, from the figure നമുക്ക് മനസ്സിലാവും, theta 2 is equal to theta plus theta 1, or theta is equal to ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. theta 2 minus theta 1. tan theta 2 is tan theta is equal to tan of theta 2 minus theta 1. എന്താണ് ഇവിടെ theta 1 എന്തൊക്കെയാണ്? theta 1 inclination ആണ്. whose inclinations are theta 1 and theta 2 and implies or comma. slopes are ആദ്യത്തേൻ്റെ ഇൻക്ലിനേഷൻ theta 1 ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്തായിട്ട് എടുക്കാം? m1 ആയിട്ട് എടുക്കാം. രണ്ടാമത്തേൻ്റെ theta 2 ആണ്, അതിൻ്റെ ഇൻക്ലിനേഷൻ m2 ആയിട്ട് എടുക്കാം. whose slopes are m1 and m2 respectively. രണ്ട് ലൈനുണ്ട് L1 L2, ഇൻക്ലിനേഷൻ theta 1 theta 2, അതിൻ്റെ സ്ലോപ്സ് m1 m2. അങ്ങനെയാണെങ്കിൽ tan theta is equal to tan of theta 2 minus theta 1. tan of a minus b, tan a minus tan b divided by 1 plus tan a tan b. So if what is m1? m1 എന്ന് പറഞ്ഞാൽ slope of the first line. m1 is equal to tan theta 1, m2 is equal to tan theta 2. So this is equal to tan theta 2 എന്ന് പറഞ്ഞത് m2 minus tan theta 1 m1 divide by 1 plus m1 m2. tan theta is equal to m2 minus m1 divided by 1 plus m1 m2. So this is the തീറ്റ എന്താ? എക്യൂട്ട് ആംഗിൾ. എക്യൂട്ട് ആംഗിൾ ആകുമ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം നമ്മൾ. എന്താണ്? ഇതിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. ടാൻ ഓഫ് എൻ എക്യൂട്ട് ആംഗിൾ എന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള അവിടെ ടാൻ പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. ട്രിഗ്നോമെട്രി ഓർക്കുന്നുണ്ടല്ലോ, ട്രിഗ്നോമെട്രി ബേസിക് ആയിട്ട് കൺസെപ്റ്റ്. ടാൻ തീറ്റ ഇസ് പോസിറ്റീവ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. എക്യൂട്ട് ആംഗിൾ ആയതിനെക്കൊണ്ട് തന്നെ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മളൊരു കാര്യം കൂടി ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. എന്താണ്? tan theta is equal to modulus of m2 minus m1 divided by 1 plus m1 m2. എന്താണ് m1 m2? m1 and m2 are എന്താണ്? സ്ലോപ്സ് ഓഫ് ദ ഗിവൺ ലൈൻസ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? തീറ്റ ടു ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഹൂസ് സ്ലോപ്സ് ആർ ഗിവൺ. അതായത് രണ്ട് ലൈനുകളുടെ സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള വിദ്യയാണിത്. സോ സപ്പോസ് there are two lines. Okay, there are two lines L1 with slope is equal to root 3 and L2 slope is equal to 1. What is the angle between these two lines? That is, ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഓക്കെ L1ൻ്റെ സ്ലോപ്പ് root 3 ആണ്. രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് 1 ആണ്. What is the angle between these two lines? Let theta be the angle. അങ്ങനെയാണെങ്കിൽ tan theta is equal to modulus of m2 minus m1 divided by 1 plus m1 m2. That is equal to m2 1 minus root 3 divided by 1 plus 1 into root 3. So that is equal to modulus of 1 minus root 3 divided by 1 plus root 3. അതെന്താണ്? ഒന്ന് റാഷണലൈസ് ചെയ്താൽ മതി. So that is equal to ഇതിൻ്റെ ഭാഗം ഒന്ന് റാഷണലൈസ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഹൗ വി ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ. ഇതിൻ്റെ ഉദ്ദേശം എന്താ? ഈ ഫോർമുലേൻ്റെ ഉദ്ദേശം എന്താണ്? ദ ഐഡിയ ഓഫ് ദിസ് ഫോർമുല ഇസ് നത്തിങ് ബട്ട് ടു ഫൈൻഡ് എപ്പോഴെങ്കിലും രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. ഏത് തരത്തിലുള്ള ലൈനുകൾ? ഏതെങ്കിലും ലൈനായി പോയാൽ
അവയുടെ സ്ലോപ്സ് നമുക്കറിയുമെങ്കിൽ, സ്ലോപ്സ് അറിയുന്ന രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ആംഗിളുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സ്ലോപ്സ് അറിയുന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ആംഗിളുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ഇതിലേക്ക് വരാം. അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഇതിലേക്ക് പോവാം. ഇതിൽ എടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒരു പോയിന്റ് കൂടി പറയാം, എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ക്രോഡീകരിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം ഇൻക്ലിനേഷൻ. എന്തായിരുന്നു ഇൻക്ലിനേഷൻ? ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ ഇസ് നത്തിങ് ബട്ട് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഇൻക്ലിനേഷൻ എവിടെ മുതൽ 0 മുതൽ 180 വരെ ആവാം. പിന്നെന്താ അടുത്തത്? സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് ഇൻക്ലിനേഷൻ, ആ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ടാൻ തീറ്റ. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ tan 0, that will be equal to 0. Slope of y axis not defined. Slope of a line parallel to x axis 0. Slope of a horizontal line 0. So slope of vertical line not defined. ഇനി രണ്ട് ലൈൻസ് തമ്മിൽ പാരലൽ ആയാൽ സ്ലോപ്പ് എന്താവും? ഈക്വൽ ആവും. രണ്ട് ലൈൻസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആയാൽ പ്രോഡക്റ്റ് ഓഫ് ദിയർ സ്ലോപ്സ് വിൽ ബി ഈക്വൽ ടു -1. അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് വൺ ലൈൻ വിൽ ബി ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ സ്ലോപ്പ് ഓഫ് അതർ ലൈൻ. ഹിയർ എ ബി ഇസ് പെർപെൻഡിക്കുലർ ടു പി ക്യു. അതുകൊണ്ട് സ്ലോപ്പ് ഓഫ് എ ബി വിൽ ബി ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ സ്ലോപ്പ് ഓഫ് പി ക്യു. അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. സ്ലോപ്പ് ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ സ്ലോപ്പ് ഓഫ് എ ബി. ഏത് രീതിയിലും പറയാം. ഇനി നമ്മളെന്താ പഠിച്ച? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഏത് തരത്തിലുള്ള ലൈൻസാണ്? ഹു സ്ലോപ്സ് ആർ ഗിവൺ. അതെന്താണ്? ദാറ്റ് ഈസ് acute angle is given by a modulus of m2 minus m1 divided by 1 plus m1 m2. m2 m1 എന്താ? ഓരോ ലൈനിൻ്റെ സ്ലോപ്പ്. അത് ഏത് ഓർഡറിൽ എടുത്താലും തെറ്റില്ല, കാരണം അതിനാണ് മോഡുലസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ത്രൂ ടു ഗിവൺ പോയിൻറ്റ്സ് x1 y1 and x2 y2. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഓക്കെ, ഇപ്പോൾ രണ്ട് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ട് ലൈനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ടു ഗിവൺ പോയിൻറ്റ്സ് x1 y1. ഇവിടുത്തെ ഒന്നാമത്തെ പോയിന്റ് എന്താ? -4, 2. അടുത്ത പോയിന്റ് ഏതാ? 2, 2. ഇത് x1 y1, ഇത് x1 y1, ഇത് x2 y2. അത്തരത്തിൽ രണ്ട് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ പോയിന്റ് എടുക്കുക, ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റ് അറിയുമെങ്കിൽ ആ ലൈൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് പോയിന്റ് -2, -6. ഇത് ഏകദേശം 6, എത്ര അത് വരും? എന്നാലും കൂടി ഒരു -1, -6, -1 ഏകദേശം. അങ്ങനെ രണ്ട് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിലെ ചോദ്യം. ഓക്കെ, സോ സ്ലോപ്പ് ഓഫ് എ ലൈൻ ത്രൂ ടു ഗിവൺ പോയിൻറ്റ്സ്. ഒരു ലൈനിലൂടെ ഒരു രണ്ട് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. രണ്ട് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. സോ ദർ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ടു ഗിവൺ പോയിൻറ്റ്സ് x1 y1, അടുത്ത പോയിന്റ് x2 y2, and let's its inclination be theta. How can we find the slope? That is m is equal to
ടാൻ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആകെ നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ, നമുക്കുള്ള അറിവ് ഇതിൽ പാസ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ്, നേരത്തെ കണ്ട മാതിരി 6, 1, 4, 2, 5 അങ്ങനെ 2 പോയിൻറ്റ്സ് ഉണ്ട്. മേ ബി ഇത് എത്ര 2, 3, 5, 7 അങ്ങനെ 2 പോയിൻറ്റ്സ് ഉണ്ട്. ആ ലൈനിലുള്ള 2 പോയിൻറ്റ്സ്, അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മെല്ലെ ഒരു ലൈനൊക്കെ വരച്ച് നോക്കാം. ഇങ്ങനെ താഴത്തേക്ക് 2 വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഇത് x1, 0, ഇത് x2, 0. എക്സ് ആക്സിസിനുള്ള y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇതിങ്ങോട്ട് വരയ്ക്കാം. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? ഇത് x2 തന്നെ ആയിരിക്കും. എത്രയാ? y1 ആയിരിക്കും. ഈ ആംഗിൾ തീറ്റ ആയതിനെ കൊണ്ട് ഈ ആംഗിൾ എത്രയാ? തീറ്റ ആയിരിക്കും. ഇത് 2 പോയിൻറ്റ്സ് കൊടുക്കുക. പോയിൻറ്റ്സ് കൊടുക്കാം. ഇത് എ ആയിക്കോട്ടെ, ഓക്കെ. ഇത് ബി ആവട്ടെ, കളർ മാറുന്നില്ല. ഇത് വേണമെങ്കിൽ പി എന്ന് കൊടുക്കുക, ക്യൂ എന്ന് കൊടുക്കുക, ഇത് ആർ എന്ന് കൊടുക്കുക. സോ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് തീറ്റ. ടാൻ തീറ്റ ഇതും തീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ടാൻ തീറ്റ ഇതിൻ്റെ ടാൻ തീറ്റ ഒന്ന് തന്നെ. ടാൻ തീറ്റ ഇൻ ദിസ് ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ എ ബി ആർ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ adjacent side. That is equal to ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് ഇതങ്ങ് ഒഴിവാക്കുക. ദാറ്റ് ഈസ് പി ക്യൂ മൈനസ് ആർ ക്യൂ ഡിവൈഡഡ് ബൈ എ ആർ സെയിം ആസ് പി ക്യൂ. പി ക്യൂ എന്ന് പറയുന്നത് എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സെയിം ആസ് പി ക്യൂ, ഇതേ ഡിസ്റ്റൻസ്. പി ക്യൂ എന്ന് പറഞ്ഞാൽ ഒ ക്യൂ മൈനസ് ഒ പി എന്നുള്ളതാണ്. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ബി ക്യൂ, ഈ ഉയരം ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിൻറ്റ് ഫ്രം എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് y2 മൈനസ് ആർ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഉയരം സെയിം ആസ് ഈ ഉയരം സെയിം ആസ് ഈ ഉയരം എന്താണ് y1 ഡിവൈഡഡ് ബൈ ഈ ദൂരം ഒ ക്യൂ, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ഓഫ് ഫ്രം ഒറിജിൻ, ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിൻറ്റ് ഫ്രം ഒറിജിനിൽ നിന്ന് ഡിസ്റ്റൻസ് എത്രയാണ് x2, ഒ പി എത്ര x1. ചുരുക്കം പറഞ്ഞാൽ ദ സ്ലോപ്പ് ഓഫ് സച്ച് എ ലൈൻ ഇസ് ഗിവൺ ബൈ ദ ഫോർമുല y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്, ഓർത്ത് വെക്കുക. ഇക്വേഷൻ ഓഫ് സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ്. ഉദാഹരണം എടുക്കാം. ദർ ഇസ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിൻറ്റ്സ്, ഒന്ന് 2,1 and the other one is 7,3. Okay, the slope is, this is x1 y1 and x2 y2. Slope is given by y2 minus y1, 3 minus 1 divided by 7 minus 2, that is 2 divided by 5 is the 2 divided by 5 is the slope of this line. അങ്ങനെ ഒന്നും കൂടി പറയാം, ഇത് മറ്റൊരു രീതിയിൽ പറയാം. m is equal to y2 minus y1 difference in y coordinates by difference in x coordinate. ഇത് ഓർത്ത് വെക്കുക. സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിൻറ്റ്സ് എന്നാൽ ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്. ഇനി ഒരു സംശയം, ഇതിപ്പം 1 മൈനസ് 3 ഏതാ ശ്രദ്ധിച്ചേ, 3 മൈനസ് പകരം വരും 1 മൈനസ് 3യും 2 മൈനസ് 7 ആണെങ്കിൽ എന്താ -2 ബൈ -5, അപ്പോഴും എന്താ 2/5, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അവന് ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഏത് ഓർഡറിൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ പഠിക്കുന്നു സ്ലോപ്പ് ഇസ് ഗിവൺ ബൈ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ, ഒന്നാം ചോദ്യം, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2,2 ആൻഡ് 5,3. സോ ഇത് എന്താണ് x1 y1 ആൻഡ് x2 y2. സ്ലോപ്പ് m is equal to y2 minus y1 divided by x2 minus x1. y2 minus y1, 3 minus 2 divided by 5 minus 2. 1/3 is the slope of the line. Okay. ഇനി
ഇതിന് പെർപെൻഡിക്കുലർ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഓഫ് എ പെർപെൻഡിക്കുലർ ലൈൻ എന്താ? M2. നേരത്തെ പറഞ്ഞു രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ M1 ഇൻറ്റു M2 ഇസ് ഈക്വൽ ടു -1. സ്ലോപ്പ് ഓഫ് ദ അതർ ലൈൻ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എന്താ? സ്ലോപ്പ് എന്താ? -1 ഡിവൈഡ് ബൈ M1. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എന്താ? -1 ഡിവൈഡ് ബൈ എന്തായിരിക്കും? 1/3. അപ്പോൾ എത്രയാ? -3. അപ്പോൾ നമുക്കത് റിസൾട്ട് റെഡിയാണോ നോക്കാം. ഒന്ന് 1/3, മറ്റേത് എത്ര? -3. രണ്ടും കൂടി പ്രൊഡക്റ്റ് എത്രയാ? -1. സോ M1 ഇൻറ്റു M2 ഇസ് ഈക്വൽ ടു -1. അപ്പോൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് 1/3 ആയ അതിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് എന്താ? -3. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് 2/5 ആണെന്ന് വിളിക്കുക, അതിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാ? -5/2. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് -3/4 ആണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാ? 4/3. ഇത് ഓർക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ, കുറേ ഇക്വേഷൻസ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള, അതല്ലാതെ തന്ന ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഗ്രാഫ് വരയ്ക്കലല്ല, അത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യം. ഈ വർഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള, ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ലെറ്റ് us കൺസിഡർ ദ ആക്സസ്. x-axis, y-axis. What is the equation of x-axis x-axisൻ്റെ ഇക്വേഷൻ എന്താ? ഒന്നുമല്ല, y ഈക്വൽ ടു 0. രണ്ടാമത് ഇക്വേഷൻ ഓഫ് y-axisൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? x is equal to 0. അപ്പോൾ ഇത് y is equal to 0, x is equal to 0. What is the equation of a line parallel to x-axis? x-axisന് പാരലൽ ആയിട്ടുള്ള, ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു x-axis. അത് ഈ പോയിന്റ് കൂടി x is equal to 0, k എന്ന സ്ഥലത്ത് കൂടി പോവുകയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു x-axis എന്താണ്? y ഈക്വൽ ടു k. ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു y-axis എങ്ങനെയാണെങ്കിലോ? ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു y-axis, y-axisന് പാരലൽ ആണെങ്കിലോ? ഇക്വേഷൻ ഫോർത്ത് വൺ, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു y-axis, y-axisന് പാരലൽ ആണെങ്കിൽ x is equal to k, പ്രൊവൈഡഡ് ഈ പോയിന്റ് എന്തായിരിക്കും? k, 0. it will be passing through the point x is equal to k. The equation of the line parallel to y-axis, x is equal to k. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലൈനും കൂടി നമുക്കറിയാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ഈ പോയിന്റ്, ഏതാണ് പോയിന്റ്? 0, 0, 1, 1, 2, 2 എന്ന് പറയുന്നത്. അത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, ഓർ വൈ ഈക്വൽ ടു എക്സ്. അങ്ങനെ ഒരു ലൈൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈക്വലി ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ് പാസിംഗ് ത്രൂ ഒറിജിൻ, അതെന്താ? എ വൈ ഈസ് ഈക്വൽ ടു എക്സ്. ഇതൊക്കെ ഇതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ഹൗ മെനി, ഒരു ചോദ്യം ചോദിക്കാം. ഹൗ മെനി സ്ട്രെയിറ്റ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ത്രൂ എ ഗിവൺ പോയിന്റ്? ഒരു പോയിന്റ് കൂടി എത്ര സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം? അതായത് ഇതിലൊരു സ്ട്രെയിറ്റ് ലൈൻ, മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ, വേറൊരു സ്ട്രെയിറ്റ് ലൈൻ, ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻസ്. സോ വി ക്യാൻ ഡ്രോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ത്രൂ എ ഗിവൺ പോയിന്റ്. ഓക്കെ, ഹൗ മെനി സ്ട്രെയിറ്റ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 2 given points? എത്ര സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ പറ്റും? തന്നിരിക്കുന്ന രണ്ട് പോയിൻറ്റ്സിലൂടെ എത്ര സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ പറ്റും? ഒന്ന് വരച്ചു, പിന്നെ ഒന്നും കൂടി വരയ്ക്കാനുള്ള ഒന്ന് വരച്ചു,
ഒന്നും കൂടി വരയ്ക്കാൻ നോക്കിയാൽ ആകെ രണ്ടിലൂടും പോകുന്നത് എത്ര സ്ട്രേറ്റ് ലൈൻസ് ആണുള്ളത്? ഹൗ മെനി സ്ട്രേറ്റ് ലൈൻസ് ആർ ദെയർ പാസിംഗ് ത്രൂ? passing through okay, passing through that given okay, passing through a given point. ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എത്ര സ്ട്രേറ്റ് ലൈൻസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ കണ്ടത് ഇൻഫിനിറ്റ് നമ്പർ. പക്ഷേ രണ്ട് പോയിന്റ് കൂടി തന്നിരിക്കുന്ന രണ്ട് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരേ ഒരു സ്ട്രേറ്റ് ലൈനാണ്. സോ ദർ ഇസ് ഓൺലി വൺ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. ഇനി മറ്റൊരു ചോദ്യം, ഹൗ മെനി സ്ട്രേറ്റ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ത്രൂ വൺ പെർട്ടിക്കുലർ പോയിന്റ് so that the angle made with x-axis is particular, maybe 30 degree. ഈ 2,3 എന്ന് വിചാരിക്കുക. ഈ 2,3 കൂടി പാസ് ചെയ്യുകയും എക്സ് ആക്സിസുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കുന്ന എത്ര സ്ട്രേറ്റ് ലൈൻ ഉണ്ട്? നമ്മളിതിൽ ഏത് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ലൈന് മാത്രമേ 30 ഡിഗ്രി ഉണ്ടാകുള്ളൂ, അടുത്ത ലൈൻ എപ്പോഴും വ്യത്യസ്തമാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ്. ഇതാണ് പറഞ്ഞു വരുന്നത്. ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാനോ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാനോ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്നുകിൽ ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്തത് 2 പോയിൻറ്റ്സാണ്. 2 പോയിൻറ്റ്സ് കൂടി പാസ് ചെയ്യുന്ന ഒരൊറ്റ സ്ട്രേറ്റ് ലൈൻ. ഇവിടെ എന്താ എടുത്തത്? ഒരു പോയിൻറ്റും പിന്നെ ആംഗിളും എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആ രൂപത്തിലെടുക്കുന്ന സമയത്ത് എന്താണ്, അങ്ങനെ ഒരൊറ്റ സ്ട്രേറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം ഐഡൻറ്റിറ്റി ഓഫ് എ സ്ട്രേറ്റ് ലൈൻ ക്യാൻ ബി എസ്റ്റാബ്ലിഷ് വിത്ത് 2 ഡിഫറെൻറ്റ് തിങ്സ്. ചിലപ്പോൾ 2 പോയിൻറ്റ്സ് ആവാം, ചിലപ്പോൾ ഒരു പോയിൻറ്റും ഒരു ആംഗിളും ആവാം. അപ്പോൾ അത്തരത്തിലുള്ള ഇക്വേഷൻ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യത്തത് ഇൻ ദിസ് ഫസ്റ്റ് വൺ, equation of a straight line passing through a given point x1 y1 and having a slope m. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് x1 y1 ആൻഡ് സ്ലോപ്പ് ആൻഡ് ഹാവിങ് സ്ലോപ്പ് ആകും. 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. അപ്പോൾ എന്തായാലും ഒരു പോയിന്റ് ഉണ്ട്, സ്ലോപ്പ് ഉണ്ട്. ഈ ടൈപ്പിൻ്റെ പേരാണ് പോയിന്റ് സ്ലോപ്പ് ഫോം ഓഫ് സ്ട്രേറ്റ് ലൈൻ. അതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പം എന്താണ് അവിടെ ഉള്ളത്? ഒരു പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പും തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ. പോയിന്റ് സ്ലോപ്പ് ഫോം. സോ ദർ ഇസ് എൻ ഇക്വേഷൻ, ദർ ഇസ് എ സ്ട്രേറ്റ് ലൈൻ L passing through a point x1 y1 and having a slope m. What is the equation of a straight line? ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആയാലും സ്ട്രേറ്റ് ലൈൻ ആയാലും വേറെ എന്ത് കേവ് ആയാലും നത്തിങ് ബട്ട് ഇറ്റ്സ് എ കണ്ടീഷൻ അത് എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏത് ഇക്വേഷൻ, ഏത് കേവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതിലുള്ള ഏതൊരു ജനറൽ പോയിൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ എഴുതാറുണ്ട് 4x + 3y + 7 = 0. ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അല്ലെങ്കിൽ y - x = 0. തന്നെയാണ് y = x. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ. അതിന് മുകളിൽ ഏതൊരു ജനറൽ കണ്ടീഷൻ എടുത്താലും, ജനറൽ പോയിന്റ് എടുത്താലും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ്. ഇത് അവിടെ നേരത്തെ ഒരു പോയിന്റ് എടുത്തു. ഈ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു y = x എന്നാണ്. 0 0 സാറ്റിസ്ഫൈ ചെയ്യും, 1 1 സാറ്റിസ്ഫൈ ചെയ്യും, 2 2 സാറ്റിസ്ഫൈ ചെയ്യും, 3 3 സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ ഏത് പോയിന്റ് എടുത്താലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ ഏതൊരു കേവിൻ്റെ സ്ട്രേറ്റ് ലൈൻ. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ നമ്മളോട് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ കാണേണ്ടത്? അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഏതൊരു ജനറൽ പോയിൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ. സോ ലെറ്റ് us consider a general, let px, y be the general point. തന്നിരിക്കുന്ന പോയിന്റ് എന്താ? x1 y1. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൂഫ് പഠിക്കണമെന്നില്ല. ലെറ്റ് pxy be any point on the
line passing through the point ഇത് Q എടുക്കുക, Q x1 y1 and having slope m. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടീഷൻ പറയാമോ? ഈ എക്സും വൈയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എപ്പോഴും പറയാൻ പറ്റില്ല, അത് ഇപ്പറാണ് അല്ലെങ്കിൽ അപ്പറാണ് അങ്ങനെ പറയാൻ പറ്റുമോ? ബട്ട് ഐ ക്യാൻ സേ സംതിങ്. എന്താണ്? സ്ലോപ്പ് ഓഫ് ലൈൻ പി ക്യു അത്ര എം എന്നാണ് പറഞ്ഞിരിക്കുക. പക്ഷേ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഡിഫറൻസ് ഇൻ വൈ കോർഡിനേറ്റ്, y minus y1 divided by x minus x1 is the slope. ഓക്കെ, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ള എവിടെ ഒരു പോയിന്റ് എടുത്താലും ഈ ലൈൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇവിടെ എടുത്താലും ശരി, ഇവിടെ എടുത്താലും സ്ലോപ്പ് ഇസ് y minus y1 divided by x minus x1, that is equal to slope. ഇനി ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y minus y1 is equal to m into x minus x1. ഇതാണ് ഒരു ഇക്വേഷൻ്റെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഏത് തരത്തിലുള്ളത്? ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരെന്താണ്? ഏത് ടൈപ്പ് ആണ്? ടൈപ്പ് 1, അതായത് പോയിൻ്റ് സ്ലോപ്പ് ഫോം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ തന്നിട്ടുള്ളത്? ഒന്ന്, ഒരു പോയിൻ്റ്. എന്താണ് x1 y1? ഇതാണ് ഇതിൽ ഓർക്കേണ്ടത്. തന്നിരിക്കുന്ന പോയിൻ്റ്, ഗിവൺ പോയിൻ്റ്. ഇപ്പോൾ എം എന്താണ്? സ്ലോപ്പാണ്. എക്സും വൈയും എന്താണ്? ഏത് പോയിൻറ്റും, ജനറൽ പോയിൻറ്റ്, കോർഡിനേറ്റ്സ് ഓഫ് ജനറൽ പോയിൻറ്റ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എഴുതാം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ passing through find the equation of the straight line passing through a point P may be 3, minus 2 and having slope അത്ര ഒരു വാല്യൂ എടുക്കുക, 1/2 ആയിക്കോട്ടെ, 1/2. സോ ഇവിടെ സ്ലോപ്പ് എത്ര തന്നിരിക്കുന്നത്? 1/2. തന്നിരിക്കുന്ന പോയിന്റ്, പാസ് ചെയ്യുന്ന പോയിന്റ് x1, ഗിവൺ പോയിന്റ് x1 y1 ആണ് ഗിവൺ പോയിന്റ്. എത്രയാണ്? 3, minus 2. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്താണ്? ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് y minus y1 is equal to m into x minus x1. സോ y minus y1 എന്ന് പറയുന്നത് -2 ആണ്. is equal to m, സ്ലോപ്പ് എത്രയാണ്? 1/2 into x minus x1 എത്ര? x1ൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 3. that is y plus 2 equal to 1/2 into x minus 3. 2 into y plus 2 is equal to 2 into y plus 2 is equal to x minus 3, or 2y plus 4 is equal to x minus 3. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? x പ്രത്യേകം -2y minus 3 minus 4 equal to 0, or x minus 2y minus 7 equal to 0. Equation of the straight line. Okay, equation of straight line. ഇനി ഇതേപോലെ ഒരു ചോദ്യം കൂടി പറയാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. എഴുതിയാൽ മതി നിങ്ങൾ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 0, 0 and inclined to x axis at an angle of 30 degree. So find the equation of a straight line passing through origin and inclined to x axis at an angle of 30 degree. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 degree വിത്ത് എക്സ് ആക്സസ്. ഒരു ഇക്വേഷൻ്റെ ഇവിടെ പോയിൻ്റ് തന്നിട്ട് സ്ലോപ്പ് തന്നിട്ടില്ല, ബട്ട് തന്നിരിക്കുന്നത് എന്താ? തീറ്റ, ഇൻക്ലിനേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു 30 degree. Therefore slope m is equal to tan 30 degree 1/√3. x1 y1 എന്താ? x1 y1 is equal to 0, 0. Equation of
straight line is എന്താ y minus okay y minus y1 is equal to m into x minus x1. So y minus y1 x1 y1 is 0 0 is equal to m 1 by root 3 into x minus 0. Cross multiply the y is 0 ഒഴിവാക്കിയ അങ്ങനെ ഉണ്ടാവും or root 3 y is equal to x. ഏത് രീതിയിൽ വേണം എഴുതാം, അല്ലെങ്കിൽ x minus root 3 y equal to 0 ഈ രൂപത്തിലും എഴുതാവുന്നതാണ്. ഇനി അടുത്ത ടൈപ്പ് ടൈപ്പ് 2. ടൈപ്പ് 1 എന്താണ് അടുത്തത്? ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് x1 y1 ആൻഡ് സ്ലോപ്പ് m. അതിൻ്റെ ഇക്വേഷൻ എന്താ? y മൈനസ് y1 is equal to m into x minus x1. Type 2, equation of straight line passing through two given points a x1 y1 and b x2 y2. Equation of a straight line passing through two given points. ഏതൊക്കെയാ പോയിൻറ്റ്സ് a x1 y1 and b x2 y2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കേസിലും എന്ത് വേണം? ഒരു ജനറൽ പോയിന്റ് കണ്ടുപിടിക്കുക, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എടുക്കുക. ഓക്കെ, ലെറ്റ് px, y be any point on the line through a x1 y1 and b x2 y2. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എനി ലൈൻ ത്രൂ x1 y1 with slope m is എന്താ നേരത്തെ പോയിന്റ് സ്ലോപ്പ് ഫോം എന്താ? y minus y1 is equal to m into x minus x1. പക്ഷേ ഇവിടെ m തന്നിട്ടില്ല, സ്ലോപ്പ് തന്നില്ല. പക്ഷേ എന്താ പകരം എന്താ തന്നിട്ടുള്ളത്? 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. 2 പോയിൻറ്റ്സ് തന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് സ്ലോപ്പ് കാണുക? 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ഡിഫറൻസ് ഇൻ y കൊണ്ടിട്ട് y2 minus y1 ഡിവൈഡ് ബൈ x2 minus x1 ഇൻറ്റു x minus x1. ഇത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവിടെ എന്താ വരും? y minus y1 ഡിവൈഡ് ബൈ y2 minus y1 is equal to x minus x1 ഡിവൈഡ് ബൈ x2 minus x1. ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാര്യങ്ങളാണ്. വാട്ട് ആർ x1 y1 and x2 y2 ആർ വാട്ട്? ഗീവൺ പോയിൻറ്റ്സ്. അപ്പോൾ 2 പോയിൻറ്റ്സ് തന്നിട്ടുള്ള ഒരു 2 പോയിൻ്റ് കൂടി തന്നിരിക്കുന്ന 2 പോയിൻ്റ് കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? y മൈനസ് y1 ഡിവൈഡ് ബൈ y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ 2,1 ആൻഡ് 7,3. 2 പോയിൻ്റ് ഉണ്ട് എ ബി. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? x1 y1 എന്ന് വിളിക്കാം. ഇത് x2 y2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദി ഇക്വേഷൻ എന്താ? y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഓർത്ത് വെക്കുക. ഓക്കെ, ദാറ്റ് ഈസ് y മൈനസ് y1 എന്താ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഡിവൈഡ് ബൈ y2 മൈനസ് y1 തെറ്റിപ്പോയത് 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു x മൈനസ് x1 2 ഡിവൈഡ് ബൈ x2 മൈനസ് x1 7 മൈനസ് 2. So y minus 1 divided by 3 minus 1 is 2 is equal to x minus 2 divided by 5. Cross multiply ചെയ്താൽ 5 into y minus 1 is equal to 2 into x minus 2. 5y minus 5 is equal to 2x minus 4. 2x minus 5y minus 4 plus 5 equal to 0, or 2x minus 5y
plus 1 equal to 0, the equation of the straight line. നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഒരു ചോദ്യം ചെയ്ത് നോക്കാം. Find find the equation. രണ്ടാമത്തെ ചോദ്യം, find the slope of the line joining. ആ ചോദ്യം തന്നെ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ക്ലാസ് റൂം ഡിസ്കഷനിലെ ഒന്നാമത്തെ ചോദ്യം. A, find the slope of the line passing through 2, 2 and 5, 3. Slope of the line on the passing through 2 point slope is y2 minus y1 divided by x2 minus x1. That is y2 3 minus 2 divided by 5 minus 2, 1 divided by 3. Find the equation of the line. അടുത്ത പാർട്ട്, find the equation of the line passing through 2 points. ഏതൊക്കെയാ? x1 y1 ഏതാണ്? 2, 2 and x2 y2 that is 5, 3. Find the equation of the straight line passing through it എന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ, രണ്ട് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ഒന്ന് 2, 2, അടുത്തത് 5, 3. ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ പാസ് ചെയ്യുന്നത് y മൈനസ് y1 ഡിവൈഡ് ബൈ എന്താണ് y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. y മൈനസ് y1, y2 മൈനസ് y1, x മൈനസ് y1, x2 മൈനസ് x1, മൈനസ് y1 മൈനസ് y1, മൈനസ് x1 മൈനസ് x1. ഇത് മാത്രമേ മാറുന്നുള്ളൂ. So that is y minus y1 is 2 divided by y2. 3 minus 2 is equal to x minus x1 divided by x2 minus 2. Y minus 2 divided by 1 is equal to x minus 2 divided by 3. 3 into y minus 2 is equal to x minus 2. 3y minus 6 is equal to x minus 2. X minus 3y ഇങ്ങോട്ട് കൊടുത്താൽ minus 2 plus 6 is equal to 0, or x minus 3y plus 4 equal to 0. അപ്പം ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഏതിൻ്റെ ഇക്വേഷൻ? ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് ടു ടൈപ്സ് ഓഫ് ഇക്വേഷൻ. ആദ്യത്തത് പോയിൻ്റ് സ്ലോപ്പ് ഫോം. പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്താണ്? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അവിടെ പോയിൻറ്റും തന്നിരുന്നു, സ്ലോപ്പും തന്നിരുന്നു. ഇവിടെ എന്താ തന്നത്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ പാസിംഗ് 2 ഗിവൺ പോയിൻറ്റ്സ്. അതിനൊരു പേര് കൊടുക്കുക, 2 പോയിൻ്റ് ഫോം. 2 പോയിൻ്റ് ഉള്ളത്, അപ്പോൾ 2 പോയിൻ്റ് ഫോം. 2 പോയിൻ്റ് ഫോം, 2 പോയിൻ്റ് ഫോം. അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് സ്ലോപ്പ് ഫോം ഇതാണ്. അടുത്തതെന്താ? 2 പോയിൻ്റ് ഫോം. അതാണ് y മൈനസ് y1. ഇത് തന്നെയാണ് ഇക്വേഷൻ. ഇവിടെ മാത്രം ചെറിയൊരു മാറ്റം. അങ്ങനെ ഓർക്കാം. സ്ലോപ്പ് തന്നില്ല. എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കുക? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. ഇങ്ങനെയും ചെയ്യാം, അല്ല ഞാൻ നേരത്തെ ചെയ്ത മാതിരിയും ചെയ്യാം. y മൈനസ് y1 ഇതിന് താഴത്തേക്ക് കൊണ്ടുവരിക. y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1.